ഏതായാലും അനുരഞ്ജന ചർച്ചകൾ പരാജയപ്പെട്ടു. മുആവിയയെ തൻ്റെ വഴിക്ക് കൊണ്ടുവരുവാനോ അദ്ദേഹത്തിൽ നിന്ന് ബയ്യത്ത് നേടിയെടുക്കാനോ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് സാധിച്ചില്ല. അതുകൊണ്ട് യുദ്ധം അനിവാര്യമാണ് എന്നൊരു സ്ഥിതിവിശേഷം വന്നു ചേർന്നു. ഇരു വിഭാഗവും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇരു വിഭാഗത്തിനും അത് ഒട്ടും സ്വീകാര്യമായിരുന്നില്ല. കാരണം അപ്പുറത്തും ഇപ്പുറത്തും നിലയുറപ്പിച്ചിട്ടുള്ളത് സ്വന്തം സുഹൃത്തുക്കളും കുടുംബക്കാരും ബന്ധുക്കാരും ഒക്കെ തന്നെയാണ്. ഒരു വിശ്വാസ പ്രമാണത്തിന് വേണ്ടി സ്വന്തം സുഹൃത്തുക്കളുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരിക എന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. ഏതായാലും മാസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം, എല്ലാ ചർച്ചകളും പരാജയപ്പെട്ട ശേഷം സഫർ മാസത്തിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. യുദ്ധത്തിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ സൈന്യം വൻ മുന്നേറ്റമാണ് നടത്തിയത്. വിശിഷ്യ മാലിക് അൽ അസ്തറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പടപ്പുറപ്പാട് എല്ലാ അർത്ഥത്തിലും മുആവിയയുടെ സൈന്യത്തിന് മേൽ വലിയ മേൽക്കൈ നേടിയെടുത്തു. വലിയ വിജയത്തോടുകൂടി അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ പട മുന്നോട്ട് നീങ്ങി. യുദ്ധത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ പട മുന്നിൽ തന്നെയായിരുന്നു. മുആവിയയുടെ സൈന്യം പരാജയം മുന്നിൽ കണ്ടു. വളരെ നിഷ്പ്രയാസം അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ പടയെ പരാജയപ്പെടുത്തി അധികാരം കൈക്കലാക്കാം, അങ്ങനെ നാലാമത്തെ ഖലീഫ എന്ന് പറയുന്ന അധികാരം തൻ്റെ കൈകളിൽ വളരെ നിഷ്പ്രയാസം വന്നു ചേരും എന്നതായിരുന്നു മുആവിയയുടെ ഒരു കണക്കുകൂട്ടൽ. അത്രയും വലിയ സൈനിക സന്നാഹമായിരുന്നു മുആവിയ ഒരുക്കിയിരുന്നത്. എന്നാൽ മുആവിയയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ പട വൻ ശക്തിയായി യുദ്ധത്തിൽ മുന്നേറുകയാണ് ചെയ്തത്. മുആവിയയുടെ സൈന്യം പരാജയം മുന്നിൽ കണ്ടു. തങ്ങളുടെ പരാജയം സുനിശ്ചിതമാണ് എന്ന് സൈന്യത്തിന് മനസ്സിലായി. പതുക്കെ അവർ പിന്മാറാൻ തുടങ്ങി. അങ്ങനെ ആ സൈന്യം പരാജയം മുന്നിൽ കണ്ട് അവരുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങാൻ തുടങ്ങിയ സമയത്താണ് അപ്രതീക്ഷിതമായ ഒരു സംഭവവികാസം ഉണ്ടായത്. മുആവിയയുടെ സൈന്യാധിപനായിരുന്ന അംർ ഇബ്നു ആസ് ഒരു തന്ത്രം ഇവിടെ പ്രയോഗിച്ചു. തന്ത്രം എന്നതിനേക്കാൾ ഇതിനെ ഒരു കുതന്ത്രം എന്ന് വിളിക്കാവുന്നതാണ്. അദ്ദേഹം ഖുർആന്റെ ഒരു പ്രതി കുന്തത്തിൽ കുത്തി ശത്രുപക്ഷം കാണുന്ന വിധത്തിൽ ഉയർത്തിപ്പിടിച്ചു. ശേഷം അദ്ദേഹം പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ ഗ്രന്ഥമാണ്, ഈ യുദ്ധത്തിൻ്റെ വിധി ഈ ഗ്രന്ഥം പറയട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി കണ്ട് മറ്റു സൈനികരും ഖുർആന്റെ പ്രതികൾ കുന്തങ്ങളിൽ കുത്തി ശത്രുപക്ഷം കാണുന്ന വിധം ഉയർത്തിപ്പിടിച്ചു. ഇത് സൈനികമായിട്ടുള്ളൊരു തന്ത്രമാണ് എന്ന് അലി തങ്ങൾ വിശ്വസിച്ചു. ഒരു തന്ത്രം എന്നതിനേക്കാൾ ഇതൊരു കുതന്ത്രമായിരുന്നു. ശത്രു സൈന്യത്തിലെ സൈനികർ ഖുർആൻ കുന്തത്തിൽ ഉയർത്തിപ്പിടിച്ച് നിന്നതോടെ അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ സൈന്യത്തിനിടയിൽ ഒരു ആശയക്കുഴപ്പം ഉടലെടുത്തു. ചില സൈനികർ എതിർപക്ഷത്തെ ഖുർആനുമായി നിൽക്കുന്ന സൈനികർക്കെതിരെ പോരാടാൻ വിസമ്മതിച്ചു. ഖുർആൻ ഉയർത്തി നിൽക്കുന്ന സൈനികർക്കെതിരെ തങ്ങൾ ആക്രമിക്കുകയില്ല എന്ന് അവർ അലി ഇബ്നു അബീ ത്വാലിബിനെ അറിയിച്ചു. ഇതൊരു തന്ത്രമാണ് അഥവാ കുതന്ത്രമാണ് എന്ന് അലി തങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും വിഘടിച്ചു നിന്ന സൈനികർ ഒരിക്കലും തുടർന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറായി. അതുകൊണ്ട് മുആവിയയുമായിട്ട് ഒരു മധ്യസ്ഥതയ്ക്ക് തയ്യാറാകണം എന്ന് ഈ വിഭാഗം സൈനികർ അലി തങ്ങളോട് ആവശ്യപ്പെട്ടു. അതോടുകൂടി അലി തങ്ങൾ നിസ്സഹായനായി. കാരണം തൻ്റെ സൈന്യത്തിൻ്റെ ഒരു വിഭാഗം യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്മഹത്യാപരമായിരിക്കും. തുടർന്നുള്ള ഒരു യുദ്ധത്തിൽ ഒരിക്കലും മുആവിയയുടെ ഈ ഭീമമായ സൈന്യത്തെ എതിരിട്ട് നിൽക്കുക പ്രയാസമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ നിലപാട് ദുർബലപ്പെട്ടു. അങ്ങനെ മുആവിയയുമായിട്ട് ഒരു സന്ധിക്ക്, ഒരു മധ്യസ്ഥതയ്ക്ക് അദ്ദേഹം തയ്യാറായി. ഇത് ഇസ്ലാമിക ഉമ്മത്തിനിടയിൽ ഭിന്നതയുടെ വിത്തുകൾ പാകി. തുടർന്ന് അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിക്ക് ഭംഗം വരുത്തി.
അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിനെ ദുർബലപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും പരാജയപ്പെടാതെ വിജയിയായി സിഫിൻ യുദ്ധത്തിൽ മുന്നേറിയ അലി ഇബ്നു അബീ ത്വാലിബിന് ഒരു പരാജിതനെ പോലെ ഈ യുദ്ധരംഗത്ത് നിന്ന് പിന്മാറേണ്ടതായൊരവസ്ഥയാണ് വന്നു ചേർന്നത്. ഷിയാമത വിശ്വാസികൾ ഈ യുദ്ധത്തെ കേവലം ഒരു രാഷ്ട്രീയ തർക്കമായിട്ടല്ല, മറിച്ച് സത്യവും അസത്യവും തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് നിയമപരമായി ഖലീഫയായതാണ്. അദ്ദേഹത്തിനെതിരെ വാളെടുത്ത് പുറപ്പെട്ട മുആവിയ ബാഗി അഥവാ അക്രമകാരി ആണ് എന്നുമാണ് ഷിയാക്കളുടെ അഭിപ്രായം. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഖുർആനായിരുന്നു. അതിനാൽ കടലാസിൻ്റെ ഖുർആൻ ഉയർത്തിക്കാട്ടിയത് വഞ്ചനാപരമായിരുന്നു അഥവാ ചതിയായിരുന്നു, കുതന്ത്രമായിരുന്നു എന്നാണ് ഷിയാക്കൾ വാദിക്കുന്നത്. യഥാർത്ഥ ഖുർആൻ ജീവിക്കുന്ന ഖുർആനെ വശത്തിരുത്തി കടലാസിലെ ഖുർആനെ വിധികർത്താവാക്കിയത് പച്ചയായ ചതിയാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ പക്ഷത്ത് രക്തസാക്ഷിയായ അമ്മാർ ഇബ്നു യാസിറിനെ വധിക്കുന്നത് ഒരു അതിക്രമകാരികളായ വിഭാഗമായിരിക്കും എന്ന പ്രവാചകൻ്റെ വചനം മുആവിയയുടെ വിഭാഗം തെറ്റിൻ്റെ പക്ഷത്തായിരുന്നു എന്നതിന് തെളിവായി ഷിയാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും സിഫീൻ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഉണ്ടായ മധ്യസ്ഥതയാണ് പിന്നീട് ഇസ്ലാമിനിടയിൽ വിഘടനവാദം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായത് എന്ന് പറയാം. അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ സൈന്യത്തിൽ നിന്ന് വിഘടിച്ചു നിന്ന ഒരു വിഭാഗമാണ് അലി ഇബ്നു അബീ ത്വാലിബും അതുപോലെ മുആവിയയും തമ്മിൽ ഒരു ചർച്ച വേണം, മധ്യസ്ഥതയിലൂടെ കാര്യങ്ങൾ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞതും കാര്യങ്ങളെ അതിലേക്ക് എത്തിച്ചതും. പിന്നീട് ആ വിഭാഗം അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ സൈന്യത്തെ കൈയൊഴിയുകയും അവർ അവരുടെ വഴിക്ക് നീക്കുകയുമാണ് ഉണ്ടായത്. പിന്നീട് ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങൾ പ്രചാരത്തിൽ അവരവരുടെ വഴിക്ക് പോയി എന്നതാണ് ചരിത്രം. ഈ വിഭാഗത്തെയാണ് പിന്നീട് ചരിത്രം ഖവാരിജുകൾ എന്ന് വിളിച്ചത്. ഈ ഖവാരിജുകൾ ആ കാലഘട്ടം മുതൽക്ക് പിന്നീട് ഇസ്ലാമിൽ ഒരു വിഘടിച്ചിരുന്ന വിഭാഗമായിരുന്നു. അവർ തീവ്രവാദത്തിൻ്റെ പാതയിലേക്ക് പിൽക്കാലത്ത് അകപ്പെട്ടു പോവുകയും ചെയ്തു. ആ ഖവാരിജുകളുടെ പിന്മുറക്കാരാണ് പിന്നീട് കാലാകാലം ഇസ്ലാമിന് ഒരു ശല്യമായി മാറിയത്, ഇസ്ലാമിൻ്റെ സൽപ്പേരിന് കളങ്കമായി നിന്നത്. ആധുനിക കാലത്തും അൽ ഖ്വയ്ദ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനകത്ത് കടന്നു വരുന്ന ഈ തീവ്ര ചിന്താഗതിക്കാർ, തീവ്രവാദികൾ എല്ലാ കാലത്തും ഇസ്ലാമിന് ഒരു വലിയ കളങ്കമായിട്ട് തന്നെയാണ് നിലകൊണ്ടത്. ഈ വിഘടനവാദികളുടെ, ഈ തീവ്രവാദികളുടെ തുടക്കം എന്ന് പറയുന്നത് അലി തങ്ങളുടെ സൈന്യത്തിൽ നിന്ന് വിട്ടുപോയ ഖവാരിജുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നായിരുന്നു. ഷിയാ വീക്ഷണത്തിൽ സിഫിൻ എന്നത് ഇസ്ലാമിക ആത്മീയ നേതൃത്വത്തെ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ കൊണ്ട് അട്ടിമറിക്കാൻ ശ്രമിച്ച വഞ്ചനയുടെ ചരിത്രമാണ്. ഇത് പിൽക്കാലത്ത് രൂപപ്പെട്ട ഷിയാ സുന്നി വിഭാഗീയതയുടെ അടിത്തറയുമാണ്.